ഷോട്ടോക്കാൻ കരാട്ടെ അലയൻസ് സെക്കൻഡ് ഇൻവിറ്റേഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2026 ഫെബ്രുവരി 8 മലയൻകീഴ് ദ്വാരക ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ഷോട്ടോക്കാൻ കരാട്ടെ അലയൻസ് സെക്രട്ടറി സെൻസൈ സുരേഷ് കുമാർ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഉദ്ഘാടനം മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്സർ നിർവഹിച്ചു. മലയൻകീഴ് SI രാജേഷ് PG വിശിഷ്ട അതിഥിയായി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ സീരിയൽ താരവും മാധ്യമപ്രവർത്തകനുമായ രാഗേഷ് രാജ, ഷോട്ടോക്കാൻ കരാട്ടെ അലയൻസ് പ്രസിഡന്റ് സെൻസൈ വിജയൻ നായർ, കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സെൻസൈ ഷമീർ എന്നിവർ സംസാരിച്ചു. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഷോട്ടോക്കാൻ കരാട്ടെ അലയൻസ് വൈസ് പ്രസിഡന്റ് സെൻസൈ മലയൻകീഴ് ബിജുകുമാർ സംസാരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നും ഒട്ടനവധി കുട്ടികൾ പങ്കെടുത്തു. NSO മലയൻകീഴ് കരാട്ടെ ക്ലബ് ഓവറോൾ ചാമ്പ്യന്മാരായി. കൊഷിക്ക കരാട്ടെ ഇന്റർനാഷണൽ പാറശാല 2ാം സ്ഥാനം നേടി. കിളിമാനൂർ കരാട്ടെ ടീം ഓവറോൾ 3ാം സ്ഥാനം നേടി. അപ്പോൾ ഇതിൽ അത്ഭുതമായിരിക്കുന്ന ഉത്തരവാദിത്വം എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്സർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പറായ സുരേഷ് ബാബു സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ പരിപാടിക്ക് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന മലയൻകീഴ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് PG സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് മലയൻകീഴ് വെച്ച് നമ്മുടെ ഈ പരിപാടി നടത്താം എന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്ത സെൻസൈ ബിജുകുമാർ സെൻസൈയും ഈ ഏരിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റായി ഒരു പിതാവിനെ പോലെ നമ്മളെയൊക്കെ കണ്ട് പ്രവർത്തിക്കുന്ന വിജയൻ സെൻസായെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ടൂർണമെന്റിനെ എല്ലാ കാര്യങ്ങളും സംഘാടന എങ്ങനെയായിരിക്കണമെന്ന് ഉപദേശം നൽകി സഹായിച്ച ഷമീർ സെൻസായി, ഈ ടൂർണമെന്റിന്റെ സംഘാടകനായ ഷമീർ സെൻസായെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഓരോ മെമ്പേഴ്സിനെയും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന WSKFന്റെ സമത് സെൻസായി, പിന്നെ നമ്മുടെ ഇവിടെ വിശിഷ്ട അതിഥി, അതായത് നമ്മുടെ കരാട്ടയിലെ തന്നെ വിശിഷ്ട അതിഥിയായി നമ്മുടെ പാറശാലയിൽ നിന്ന് എത്തിയിട്ടുള്ള ബെൽമൺ സെൻസായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ വേദിയിലിരിക്കുന്ന ക്ലബ് മെമ്പറായ ആൻഡോ സെൻസായി, നമ്മുടെ ഇവിടെ നമ്മുടെ ഈ നോട്ടീസിലെ പേര് വയ്ക്കില്ലെങ്കിൽ തന്നെ നമ്മുടെ വിജയ് സെൻസായുടെ പ്രധാന സുഹൃത്തും ഇവിടുത്തെ ഒരു സീരിയൽ സിനിമാ താരവുമായ രാഗേഷ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ക്ലബ് അംഗങ്ങളായ നൗഫൽ സെൻസായി, ഷിനു സെൻസായി, രാജീവ് സെൻസായി, യദു കൃഷ്ണ എന്ന് തുടങ്ങിയ എല്ലാവരെയും. കർണാടകയുടെ ആദ്യത്തെ എന്താണെന്ന് പറയുന്നത് പറയില്ല. എന്താണ് നിങ്ങളൊന്ന് ഇവിടെ മത്സരിക്കാനല്ലേ വന്നത്? അപ്പൊ തമ്മിൽ സംസാരിച്ചിട്ട് മത്സരിച്ചാൽ ജയിക്കില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് ഈ കരാട്ടയുടെ ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നോ? അതല്ലേ നല്ലത്.
കുറച്ച് കാലത്തിന് മുമ്പേ ഞാൻ 2 തവണ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ 2 തവണ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ചില കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു. ആകെ കുഴപ്പമായപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് മുഴുവൻ ഭയങ്കര ഡിപ്രഷനായി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്തോന്നു? ടെൻഷൻ, വലിയ വിഷമമായി. അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരണ്ടേ. അപ്പൊ റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെന്ന് പങ്കെടുത്തിട്ടാണെന്ന് അറിയാം, മാർഷൽ ആർട്സ് MMA. അവിടെ കുറേ ദിവസം അതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും വലിയ നമ്മളെ ശാരീരിക അധ്വാനം വളരെ കൂടുതൽ. നമ്മുടെ ഇതിനനുസരിച്ച് നിങ്ങളെ അഭിപ്രായമല്ലോ, അപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ കൂട്ടുകാരെ, പ്രിയപ്പെട്ട ഈ വേദിയിൽ ഉള്ള മലയങ്കി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയ പ്രസിഡന്റ് ശ്രീ ഷൈജു, സബ് ഇൻസ്പെക്ടർ അനിൽ സാർ, അതോടൊപ്പം തന്നെ സിനിമ സീരിയൽ താരമായിട്ടുള്ള ശ്രീ അനിൽ സാർ, ബഹുമാനപ്പെട്ട മാസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബിജോങ്ങൻ, രക്ഷകർത്താക്കളെ, ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വേദിയാണ് ഇത് എന്ന് തിരിച്ചറിയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്കാണ് പ്രാധാന്യം. പ്രസംഗങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന തിരിച്ചറിവ് ഈ ഡയസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ബോധ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല, അധ്യക്ഷ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. ഉദ്ഘാടകൻ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കും. എന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു കായിക ക്ഷമത ഉള്ള ഒരു സമൂഹമെന്നാൽ ആരോഗ്യമുള്ള ഒരു മനസ്സിനെ വാർത്തെടുക്കുന്ന വ്യക്തിത്വങ്ങളെ രൂപീകരിക്കപ്പെടുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിനകത്ത് ഉള്ള ആയിരക്കണക്കിന് വരുന്ന തലമുറ അവരുടെ മനസ്സും കായികക്ഷമതയുമുള്ള ഒരു തലമുറയായി വളർന്നു വന്നാൽ അതിൻ്റെ ഗുണം കുടുംബങ്ങൾക്ക് മാത്രമല്ല ഒരു സമൂഹത്തിന് കൂടിയാണ്. ആ സമൂഹത്തിൻ്റെ നന്മ പുതിയ തലമുറയുടെ കരങ്ങളിലാണ്. നമ്മുടെ ചിന്തകൾക്കകത്ത് എപ്പോഴാണോ നെഗറ്റീവ് ചിന്തകൾ വരുന്നത്, ആ നെഗറ്റീവ് ചിന്തകളെ അധികരിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായിട്ടുള്ള ചുമതലയും കർത്തവ്യവുമാണ്. ആ വ്യക്തിപരമായ ചുമതലയും കർത്തവ്യവും നിറവേറ്റുമ്പോൾ പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിലൊന്ന് കായികക്ഷമതയുള്ള ഒരു മനസ്സ്, ദൃഢമുള്ളൊരു മനസ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള കരുത്ത് ആർജിക്കാൻ ഈ മാർഷൽ ആർട്സിന്, ഷോട്ടോക്കാൻ മാതൃകയിലുള്ള കരാട്ടെ മാർഷൽ ആർട്സിന് കഴിയുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഈ കൂടിയിരിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ, അവർക്ക് വേണ്ടി പരിശീലനം നൽകുന്ന അധ്യാപകർ ഒക്കെയാണ്. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ വാർത്തകളിലൂടെ കാണുന്നുണ്ട്. ആ വാർത്തകളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കുട്ടികളാണ് അവിടെ കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത്തരം ആക്ടിവിറ്റീസിലേക്കൊന്നും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കളെ പോകാതെ കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും അനിവാര്യമായ കാര്യമാണ് നമ്മുടെ ആയോധന കലകളും അല്ലാതെ നമ്മുടെ കലകളുമൊക്കെ കുട്ടികളെ അഭ്യസിപ്പിക്കുക, പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ രക്ഷകർത്താക്കളും ഈ അധ്യാപകരും ഒക്കെ ചെയ്യുന്നത്. എന്താണ് കരാട്ടയുടെ അർത്ഥം? എന്നാണ് കരാട്ടെ ആർക്കെങ്കിലും അറിയാമോ? കരാട്ടയുടെ അർത്ഥം എന്താണ്? അതായത് വെറും കൈ, നമ്മൾ വെറും കൈയോടുകൂടിയാണ് നമ്മൾ മറ്റുള്ളവരെ നേരിടേണ്ട. വെറും കൈയാണ്, നമുക്ക് ആയുധങ്ങളൊന്നുമില്ല, ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും കൈയോടെയാണ് നമ്മൾ മറ്റുള്ളവരെ നേരിടേണ്ടത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, 17-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ആയുധങ്ങൾ നിരോധിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആയുധങ്ങൾ നിരോധിച്ച സമയത്ത് അവർക്ക് മറ്റുള്ളവരെ നേരിടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ആയോധന കല അഭ്യസിക്കണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്ന സമയത്താണ് ചൈനീസ് വ്യാപാരികളിൽ നിന്ന്, ചൈനയിൽ നിന്ന് വന്ന ചൈനീസ് വ്യാപാരികളിൽ നിന്ന് അവർ ചൈനീസ് കുംഫു
രഹസ്യമായി പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ചൈനീസ് കുംഭോ രഹസ്യമായി പഠിച്ചതിന് ശേഷം ജപ്പാനിലുള്ള ആൾക്കാർ തന്നെ അവരുടേതായ തനതായ ശൈലിയിൽ ഈ ആയോധന കലയെ വികസിപ്പിച്ച് പിന്നീട് അത് കരാട്ടയായി മാറുകയും കരാട്ടയുടെ വിവിധ സ്റ്റൈലുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വിവിധ സ്റ്റൈലുകളിൽ ഈ കരാട്ടെ പല രൂപങ്ങളിൽ മാറുകയും. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് തിരുവനന്തപുരം ജില്ല ആസ്ഥാനമായി ഞങ്ങൾ കുറച്ചു പേര് കൂടി ആരംഭിച്ചത്. അതിപ്പോൾ ഏകദേശം 30ഓളം മെമ്പേഴ്സ്, അതായത് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഷോട്ടോക്കൺ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന 30ഓളം മാസ്റ്റർമാരംഗങ്ങളായി അതിപ്പോൾ വളരെ മഹത്തായ ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടന സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കുന്നതിലേക്കുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകൾ, തൃശ്ശൂർ ജില്ലകൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ക്രമേണ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 3 വർഷത്തിനകം ഈ ഷോട്ടോക്കൺ കരാട്ടെ അലയൻസ് എന്ന സംഘടന സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യാശ. മൂന്ന് പാർട്ടിസിപ്പൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മലയങ്കയിൽ തന്നെയുള്ള NSO കരാട്ടെ